ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് ചോറിന് ഒഴിച്ചു കഴിക്കാൻ പറ്റിയ ഒരു തക്കാളിക്കറിയുടെ റെസിപ്പി ആയാലോ. ഇതുപോലെ ഒരു തക്കാളി ഞാനെടുത്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചു. ഞങ്ങൾ 2 പേരുള്ളത് കൊണ്ടാണ് ഒരു തക്കാളി എടുത്തത്. മെമ്പേഴ്സ് കൂടുതലുള്ളവർ കൂടുതൽ തക്കാളി എടുക്കണം കേട്ടോ. ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് അതിലേക്ക് ചെറിയ ജീരകവും ചെറിയ ഉള്ളി അരിഞ്ഞതും കറിവേപ്പിലയും പച്ചമുളകും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തു. ഇതെല്ലാം വഴണ്ട് വന്നപ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. ഇതെല്ലാം നന്നായിട്ട് ഇളക്കി അതിൻ്റെ പച്ചക്കുത്തെല്ലാം മാറുന്നത് വരെയും മിക്സ് ചെയ്തു. അതിനുശേഷം അതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ച് തക്കാളി ഇട്ട് കൊടുത്തു. തക്കാളിയും ഇട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഈ തക്കാളി നികന്ന് കിടക്കാനുള്ള പാകത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു. അതും ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് അത് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തു. ഇതെല്ലാം വെന്തുടഞ്ഞു വരുന്നത് വരെയും വേവിച്ചതിന് ശേഷം അതിലേക്ക് ഒരു പിടി തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടി അരച്ച കൂട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. അതൊന്ന് ചൂടാക്കി മാറ്റിയതിന് ശേഷം ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് ഞാൻ കടുകിട്ട് കൊടുത്തു. അത് പൊട്ടി വന്നപ്പോൾ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും വറ്റൽമുളകും കൂടിയിട്ട് അതൊന്ന് ഗോൾഡൻ കളർ ആകുന്നത് വരെയും ഇളക്കി കൊടുത്തു. എന്നിട്ട് അത് ആ കറിയുടെ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുത്തു. നല്ല അടിപൊളി തക്കാളിക്കറി റെഡിയായി. ഉച്ചയ്ക്ക് ചോറുണ്ണാൻ ഇത് മാത്രം മതി കേട്ടോ. ഞാനിന്ന് ചീരത്തോരനും മീൻകറിയും ഈ തക്കാളിക്കറിയും കൂടിയാണ് ഇന്ന് ചോറിനെടുത്തത്. ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഒക്കെ ചെയ്യണേ.